കൂട്ടുകാർക്ക് നമസ്കാരം. ഇന്ന് നമുക്കൊരു വെജിറ്റബിൾ സമോസ ഉണ്ടാക്കി നോക്കിയാലോ. അതിനായിട്ടൊരു 4 ഉരുളക്കിഴങ്ങ് നന്നായി കഴുകി വൃത്തിയാക്കി ഒരു അര ഗ്ലാസ് വെള്ളവും ചേർത്ത് കുക്കറിൽ വെച്ച് വേവിക്കാം. ഇനി 1 കപ്പ് മൈദയാണ് വേണ്ടത്. 1 കപ്പ് മൈദ നമുക്ക് ഇതൊരു 250 മില്ലി മൈദയാണ്, 250 മില്ലിയുടെ കപ്പാണ്. 1 കോഴിമുട്ട. ഇനി നമുക്ക് വെജിറ്റബിൾ ഓയിൽ, അത് ഒരു 2 ടേബിൾ സ്പൂൺ, 2-3 ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമില്ല. അത് ഒഴിച്ച് ഈ എണ്ണയും മുട്ടയും മൈദയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. വെള്ളം ഒരുപാടൊന്നും വേണ്ട. ആ ഒരു മൈദയുടെ, നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ മാവ് കുഴക്കത്തില്ലേ, ആ ഒരു അളവിൽ വെള്ളം ചേർത്ത് നന്നായിട്ട് മാവ് നമുക്കൊന്ന് ഒതുക്കിയെടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാൻ മറക്കരുതേ. കണ്ടോ, അപ്പം നമ്മുടെ മാവ് ഇനി നമുക്കത് അടച്ചവിടെ വെക്കാം. കുറച്ച് നേരം അത് അവിടെ ഇരുന്നൊന്ന് സോഫ്റ്റ് ആയിക്കോട്ടെ. അപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ വെജിറ്റബിൾസ്, നമ്മുടെ വീട്ടിൽ എന്തൊക്കെയാണോ നമുക്ക് ചേർക്കാൻ ഇഷ്ടമുള്ളത്, ഞാനിവിടെ ക്യാരറ്റും സവാളയൊക്കെയാണ് അത് കൊത്തി അരിഞ്ഞത്. ഇനി നമ്മുടെ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് അതുകൂടി നമുക്കതിലേക്ക് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞത്. ഇനി ഒരു ചെറിയ സ്പൂണിൽ 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി. ഇനി ഞാൻ ഇതിനകത്ത് ചേർക്കുന്ന ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ മാഗിയുടെ മസാല, അതിൻ്റെ ഒരു സാഷെ ഞാനിവിടെ എടുത്ത് വെച്ചിരുന്നതാണ്. അത് ചേർത്ത് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് ഒരിത്തിരി ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്ത് ഇനി ഈ മുമ്പേ ചെയ്ത പോലെ തന്നെ ഒരു തുടം വെള്ളം, നമ്മൾ സ്പൂൺ കണക്ക് പറയുകയാണെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് നമുക്ക് ആ ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം, അത്രയും മതി. ഉപ്പ് ചേർക്കുന്ന കാര്യം മറന്നു പോകരുത്. ഇനി നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 2-3 വിസിൽ കേട്ടോട്ടെ. ഇനി നമുക്ക് ഈ മാവ് ചെറിയ ഉരുളകളാക്കി പരത്തി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ മാവ് ചെറിയ ഉരുളകളാക്കി, അപ്പോൾ ഇനി ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി മൈദ തൂകിയിട്ട് നമുക്ക് നന്നായിട്ട് ചെറിയ ഉരുളകളാക്കി വേണം എടുക്കാൻ. എന്നിട്ട് അത് നന്നായിട്ടങ്ങ് പരത്തി കൊടുക്കണം. കാരണം നമ്മുടെ സമൂസ ഷീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതിന് ഒട്ടും കട്ടി കൂടാൻ പാടില്ല. അതുകൊണ്ട് എത്രത്തോളം പരത്തിയെടുക്കാമോ അത്രത്തോളം പരത്തിയെടുക്കുക. ചെറിയ ഉരുളകളായിരിക്കാനും ശ്രദ്ധിക്കണം. മാവ് ചെറിയ ഉരുളകളാക്കി വേണം ഉരുട്ടിയെടുക്കാൻ. എന്നിട്ട് അത് ഏറ്റവും കട്ടി കുറച്ചതങ്ങ് പരത്തിയെടുക്കണം. പരത്തിയെടുത്തിട്ട് നമുക്കതങ്ങ് ദീർഘചതുരാകൃതിയിൽ അത് കട്ട് ചെയ്തെടുക്കണം. കണ്ടില്ലേ, ദീർഘചതുരാകൃതിയിൽ. നമ്മൾ ബേക്കറിയിൽ നിന്നൊന്നും വാങ്ങിക്കുന്ന അതേ സൗന്ദര്യമൊന്നും വേണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ നമുക്ക് എന്നാൽ അതേ രീതിയിൽ തന്നെ ഇരിക്കും താനും. അപ്പോൾ ഈ സമൂസ ഷീറ്റ് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ സമൂസ ഷീറ്റ് വാങ്ങിച്ചുണ്ടാക്കിയാൽ കുറച്ചുകൂടി എളുപ്പമാണ്. പക്ഷേ സമൂസ ഷീറ്റ് നമുക്ക് വീട്ടിൽ ഇതുപോലെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഇതുപോലെ ഉരുളകളെല്ലാം നന്നായിട്ട് പരത്തി, കണ്ട വളരെ കട്ടി കുറഞ്ഞ ഷീറ്റാണ്. ഞാനതെല്ലാം അങ്ങനെ പരത്തി ആക്കിയെടുക്കട്ടെ. ഇനി നമുക്ക് ഈ ഷീറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കണം. ഒന്ന് ചൂടാവുകയേ ചെയ്യാവൂ. അങ്ങോട്ടൊന്ന് ഇട്ട് അന്നേരം എടുത്തോണം. കാരണം ഒരുപാട് ചൂടായാൽ നമുക്കിത് മടക്കി ഒട്ടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ആ പരത്തി വെച്ച ഷീറ്റുകളെല്ലാം അങ്ങനെ ചൂടാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റി. അപ്പോൾ ഇനി നമ്മുടെ സമൂസയിൽ വെക്കാനുള്ള വെജിറ്റബിൾ മസാല എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് തവി വെച്ച് അതൊന്ന് ഉടച്ചെടുക്കണം. നല്ല വെന്തിരിക്കുകയാണ്. അപ്പോൾ എന്നാലും നമ്മളൊന്ന് മിക്സ് ചെയ്ത് ചേർക്കണം. കണ്ടോ, നല്ല ഉടച്ച്, നല്ല ടേസ്റ്റാണ്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന സമൂസ ഷീറ്റ്, ഈ സമൂസ ഷീറ്റ് ചൂടാക്കുമ്പോൾ ശ്രദ്ധിച്ചോണം, അത് ഇതുപോലെ ഒന്ന് കുമ്പിൾ പോലെ ആക്കിയിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് 1 സ്പൂണിൽ മസാല നിറച്ച് കൊടുത്ത് തുമ്പിങ്ങനെ ഒട്ടിച്ച്, ഇനി ഞാനൊരു ചെറിയ പാത്രത്തിലിവിടെ മൈദ ഒരു പേസ്റ്റ് പോലെ ആക്കി വെച്ചിട്ടുണ്ട്. മൈദ പശ പോലെ, ആ പശ അവിടെ ചേർത്ത് ഇത് ഒട്ടിക്കാൻ വേണ്ടിയാണ്. അപ്പം അതിൻ്റെ മൂലയൊക്കെ നമ്മൾ പശ ചേർത്ത് ഒട്ടിച്ചങ്ങ് വെക്കണം. കണ്ടോ, മൈദ ഇത്തിരി വെള്ളത്തിൽ കുഴച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റാണ്. ആ പേസ്റ്റ് അങ്ങോട്ട് തേച്ച് കൊടുത്ത് നമുക്ക് ഈ ഷീറ്റ് 2 സൈഡും നമ്മൾ ഒട്ടിച്ചെടുക്കണം. പിന്നെ ഇത് മടക്കിയില്ലെങ്കിലും ഒന്നുമില്ലാണ്ട് നൂത്ത് അങ്ങോട്ട് വെച്ച് കോരിയിട്ട് പിന്നെ അത് കുമ്പിൾ പോലെ ആക്കി അതിൻ്റെ ഒരു കോണ് അകത്തേക്ക് മടക്കി മറ്റേ കോണ് പുറത്തേക്ക് മടക്കി, കണ്ടില്ലേ, ആ 2 സൈഡും നമ്മൾ
അപ്പോൾ 2 സൈഡും നമ്മൾ നന്നായിട്ട് ഈ പശ തേച്ച് ഒട്ടിച്ചു കൊടുക്കണം. കണ്ടോ, പശ അങ്ങോട്ട് തേച്ച് അങ്ങോട്ട് ഒട്ടിക്കുമ്പോൾ ഇങ്ങനെ ഇത് ഒട്ടിക്കുമ്പോൾ ഇത് ഒട്ടിയിരിക്കാൻ വേണ്ടിയാണ് ഈ സമൂസ ഷീറ്റ് ചൂടാക്കുമ്പോൾ ഒരുപാട് ചൂടായി പോകരുതെന്ന് പറയുന്നത്. ഒരുപാട് ചൂടായാൽ ഇതങ്ങ് കട്ടി പോലെ ആവും, പിന്നെ നമുക്കത് ഒട്ടിച്ചെടുക്കാൻ പറ്റത്തില്ല, പിന്നെ നമ്മൾ മടക്കുമ്പോൾ ഒടിഞ്ഞു പോകും. അതുകൊണ്ട് ആ കല്ലിലോട്ട് ഇട്ടൊന്ന് അങ്ങോട്ടിട്ട് പെട്ടെന്ന് ഇനി എടുത്തോണം. ചൂടായാൽ പിന്നെ നമുക്ക് സമൂസ ഇതേ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഞാനിതെല്ലാം അങ്ങനെ സമൂസയുടെ ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിത് വറുത്ത് കോരണം. അതിനായിട്ട് ഞാൻ എണ്ണ, അത് വെളിച്ചെണ്ണയോ വെജിറ്റബിൾ ഓയിലോ എന്തായാലും വേണ്ടില്ല. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിരിക്കുന്നത്. നന്നായി തിളച്ച ഓയിലിലേക്ക് നമുക്ക് നമ്മുടെ സമൂസ ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അത് ഒരു സൈഡ് ഫ്രൈ ആകുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് 2 സൈഡ് നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പം ലോ ഫ്ലെയിമിലായിരിക്കണം. ഹൈ ഫ്ലെയിം ആണെങ്കിൽ ഇതങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വേണം നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട്. അതെപ്പോഴും ശ്രദ്ധിച്ചോണം, കാരണം ഹൈ ഫ്ലെയിം ആകുമ്പോൾ ഭയങ്കര ചൂടാണ്. അപ്പോൾ നമ്മുടെ ഷീറ്റ് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ സമൂസ 2 സൈഡ് ഞാൻ നന്നായിട്ട് മറിച്ചിട്ട് കൊടുത്ത് ശരിയായിട്ടുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ ബേക്കറിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല, എനിക്ക് തോന്നുന്നു 15 രൂപയൊക്കെയാണെന്ന് തോന്നുന്നു ഇപ്പോൾ. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ നിമിഷങ്ങൾ കൊണ്ട് നമുക്ക് ഇതിനകത്ത് ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ മിക്സ് ചെയ്ത് ചേർത്താൽ ചിക്കൻ സമൂസയായി. ചിക്കൻ നമ്മുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ അതൊന്ന് മിക്സ് ചെയ്ത് ചേർത്താൽ അപ്പോൾ നല്ല അടിപൊളി സമൂസ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു, ബൈ ബൈ.